ഹാപ്പിയാണ്. കേക്കാവോ ഇപ്പോ? നമ്മുടെ മിടുക്കിയായിട്ടുള്ള നിത്യയുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എല്ലാവരും വളരെ അപ്രീസിയേഷൻ ഒക്കെ തന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിത്യ ഒരു 5-8 മാസം മുമ്പാണ് നമ്മുടെ ജോലി അന്വേഷിച്ച് വരുന്നത്. അപ്പോൾ നമ്മുടെ GM നിസാർ സാറാണ് നിത്യയ്ക്കൊരു ജോലി കൊടുക്കുന്നത്. ജോലി കൊടുത്ത ശേഷം നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ മിടുക്കിയായ ഒരു നിത്യേനാണ് കാണുന്നത്. കാര്യം കേൾവിശേഷിയുമില്ല, സംസാരിക്കത്തുമില്ലെങ്കിലും വളരെ എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന നിത്യേനെയാണ് നമ്മൾ കണ്ടത്. അതുപോലെ നമ്മൾ നിത്യേനെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ നിത്യയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്നിട്ട് അവരുടെ സെക്ഷനിൽ ജോലി ചെയ്യുന്ന കൂട്ടുകാരൊക്കെ ചേർന്നിട്ടാണ് പുള്ളിക്കാരിയെ ഡോക്ടറെ അടുത്ത് വിടാനായിട്ട് തീരുമാനം എടുക്കുന്നത്. ഹസ്ബൻഡ് ആണെങ്കിലും ജന്മന ചെവിയും കേൾക്കില്ല, ഒട്ടും സംസാരിക്കത്തില്ല. പിന്നെ 2 വയസ്സുള്ള ഒരു മോളുണ്ട്. അവള് ഒരു കുഴപ്പമില്ല, നല്ല മിടുക്കി കിട്ടിയിട്ടിരിക്കുന്നു. സംസാരിക്കുകയും ചെയ്യും, കേൾവിക്കാണെങ്കിലും ഒരു കുഴപ്പമില്ല. അവളുടെ സ്വന്തം വീട് കൊല്ലത്താണ്. ഇപ്പം അവളെ കെട്ടിച്ചു കൊണ്ടുവന്നേക്കാണ് മൂവാറ്റുപുഴ. സാധാരണ റീറ്റെയിലൊക്കെ തീർച്ചയായിട്ടും നന്നായി വർത്തമാനം പറയണം, കസ്റ്റമർ നല്ല സർവീസ് കൊടുക്കണം, വളരെ ആക്റ്റീവൊക്കെ ആയിട്ട് നിൽക്കേണ്ട ഇതാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു 5-8 മാസം മുമ്പ് ഒരു മിടുക്കിയായ പെൺകുട്ടി, കേൾവിശക്തിയില്ല, അതുപോലെ തന്നെ വർത്തമാനം പറയത്തില്ല, ജോലി അന്വേഷിച്ച് വന്നു. അപ്പം നമ്മുടെ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ഇത്തരം ആളുകൾ 1-2 പേരൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ വന്ന അന്ന് മുതൽ ഞങ്ങൾക്ക് അവൾക്ക് ഇത് മേടിച്ച് കൊടുക്കണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പം ഞങ്ങളുടെ സെക്ഷൻ മാനേജർ തന്നെ ഫസ്റ്റ് അതിന് നമുക്ക് എല്ലാവർക്കും കൂടെ ഇത് വാങ്ങിക്കൊടുക്കാമെന്നുള്ളൊരു തീരുമാനം എടുക്കുകയുണ്ടായി. നിത്യയുടെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരുണ്ടല്ലോ, അവിടുത്തെ മാനേജറും അവിടുത്തെ കൂടത്ത് ജോലി ചെയ്യുന്ന കുട്ടികളെല്ലാം കൂടെ നിർദ്ദേശിച്ചിട്ടാണ് ഡോക്ടറെ കാണാൻ പോയത്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ എന്ന് പറയാം, പെട്ടെന്ന് തന്നെ എല്ലാം അത് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി അതിൻ്റെ ചെക്കപ്പും കാര്യങ്ങളും എല്ലാം ചെയ്ത് ഇങ്ങനെ ഒരു ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നിത്യയ്ക്ക് കുറച്ച് വളരെ ഭേദമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും എന്ന് ഡോക്ടർ പറഞ്ഞത്. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു ഫോൺ വാങ്ങിക്കൊടുക്കണം എന്ന് മാനേജറാണ് നമുക്ക് പറഞ്ഞത്. അപ്പം നമുക്ക് തന്നെ എല്ലാം വാങ്ങിക്കൊടുക്കാന്നുള്ളൊരു പ്ലാനായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അവിടുത്തെ കൂട്ടുകാർ ജീവനക്കാരൊക്കെ കൂടിയിട്ട് ഇത് പിരിവിട്ട് വാങ്ങിക്കൊടുക്കുന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിലാണ് ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ നല്ല മനസ്സും നിത്യയുടെ പ്രസരിപ്പൊക്കെ കണ്ടപ്പോൾ നമുക്ക് തന്നെ പെട്ടെന്ന് തോന്നി അത് നമ്മൾ തന്നെ മഹാറാണിയുടെ വകയായിട്ട് ഉറപ്പായിട്ട് അവൾക്ക് വാങ്ങിച്ചു കൊടുക്കണം തോന്നി. അങ്ങനെ നമ്മൾ മൂവാറ്റുപുഴയുള്ള സ്ഥാപനത്തിൽ നിന്നാണ് ഹിയറിംഗ് എയ്ഡ് വാങ്ങിക്കുന്നത്. വനിതാ ദിനത്തിൽ തന്നെ MD വളരെ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷവും സങ്കടവും നിറഞ്ഞൊരു ദിവസമായിരുന്നു അന്ന്. അവൾക്കും ഭയങ്കര സന്തോഷമായിരുന്നു അന്ന്. അത് കൈമാറിയപ്പോഴും അത് വെച്ച് സംസാരിച്ചു. അതിനുശേഷം അവരിവിടെ വന്നിട്ട് പറഞ്ഞു 15 ദിവസമാണ് ബാറ്ററിക്ക് ശരിക്കും വാറണ്ടി ഉള്ളൂ. 2 വർഷം നിത്യയ്ക്ക് വന്ന് വാറണ്ടി കാർഡൊക്കെ സെപ്പറേറ്റ് എഴുതി കൊടുത്ത് കഴിഞ്ഞ ദിവസം പോയി. പിന്നെ ഇപ്പോൾ തന്നെയാണേലും എല്ലായിടത്തും അവള് ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കാണുകയും അവളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് അത് വളരെ സന്തോഷമാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ അവളെ എല്ലാവരും അറിയുക എന്നുള്ളത് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. നമ്മുടെ ജീവനക്കാരൊക്കെ ആകെ വളരെ ഇമോഷണൽ ആവുകയും എല്ലാവർക്കും അതൊരു ഭയങ്കര സന്തോഷത്തിൻ്റെ ഒരു നിമിഷമായിരുന്നു അത്. പിന്നെ അവൾ ഇവിടെ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളോടാണേലും പറയും, ഞാൻ ഇവിടുന്ന് എവിടെ പോയാലും ഞാൻ ഇവിടെ തന്നെ എത്തുള്ളൂ എന്ന് അവൾ പറയാറുണ്ട്. ഇന്നലെയും കിടന്നിട്ടെന്ന് പറഞ്ഞ പോലെ പറയാറുണ്ട്. അപ്പോൾ സമൂഹ മാധ്യമത്തിൽ നമ്മളൊരു വീഡിയോ ആക്കി ഇട്ടെങ്കിലും ഇത്രയധികം ആളുകൾ ഇതിനെ ഭയങ്കരമായിട്ട് ഏറ്റെടുക്കും എന്നുള്ളത് സന്തോഷമുള്ളൊരു കാര്യമാണ്. നിത്യയെ കാണാൻ ധാരാളം ആളുകൾ വരുന്നു, ധാരാളം ആളുകൾ എങ്ങനെ നിത്യയ്ക്ക് ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ അന്വേഷിച്ച് വരുന്നു. നിത്യ ഒരു സെലിബ്രിറ്റിയായി മാറി എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞത്.